പോലീസ് എത്തിയപ്പോൾ ഹോട്ടലിന്റെ 3-ാം നിലയിൽ നിന്ന് ജനൽ വഴി ചാടി നടൻ ഷൈൻ ടോം ചാക്കോ 2-ാം നിലയിലെ ഷീറ്റ് തകർന്ന് സ്വിമ്മിംഗ് പൂളിൽ വീണു. നീന്തിക്കയറി പുറത്തെത്തിയ നടൻ ഇരുചക്രവാഹനത്തിൽ രക്ഷപ്പെട്ടു. ഡാൻസ് ഓഫ് സംഘം എത്തിയത് ലഹരി ഉപയോഗിക്കുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന്. ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ നടി വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറിയത് നടൻ ഷൈൻ ടോം ചാക്കോ. സിനിമാ സംഘടനകൾക്ക് നടി പരാതി നൽകി. നടനെ അമ്മ പുറത്താക്കും. ശക്തമായ നടപടിക്ക് ഫിലിം ചേംബറും. ഷൈൻ ലഹരി ഉപയോഗിക്കുന്നത് സെറ്റിലെ പലരും കണ്ടിരുന്നുവെന്ന് വിൻസി. കുറേ സിനിമകൾ ഇനിയും ഉണ്ടാവും. പകുതിക്ക് വെച്ച് നിൽക്കുന്ന സിനിമകളും റിലീസിന് ഒരുങ്ങിയിട്ടുള്ള സിനിമകളും ഉണ്ടാവും. ആ സിനിമയെ ബാധിക്കരുതല്ലോ. ഈ ഒരാൾ കാരണം ആ സിനിമയെ ബാധിക്കുന്നത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അവരോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വഖഫ് ഭേദഗതിക്കെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ 2 മണിക്ക് വാദം തുടരും. കോടതി വിധികളിലൂടെ വഖഫ് ആയ സ്വത്തുക്കൾ ഡീനോട്ടിഫൈ ചെയ്യരുതെന്ന നിർദ്ദേശത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് നിർണായകം. ഇടക്കാല ഉത്തരവിന് സാധ്യത. ചീഫ് സെക്രട്ടറിയുടെ തെളിവെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ വെളിപ്പെടുത്തി എൻ പ്രശാന്ത് IAS. ഫയൽ പൂഴ്ത്തിവെച്ച് തടഞ്ഞ പ്രമോഷൻ ഉടൻ നൽകാൻ ആവശ്യപ്പെട്ടു. ജയതിലകനും ഗോപാലകൃഷ്ണനുമെതിരെ കേസെടുക്കണമെന്നും ആവശ്യം. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണയിൽ ക്രൈസ്തവർ പെസഹ വ്യാഴം ആചരിക്കുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കാൽ കഴുകൽ ശുശ്രൂഷയും.